ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ റോൾ. ഈ റംസാൻ മാസത്തിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ റോള് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ, മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ്. ചിക്കന് എല്ലില്ലാത്ത ചിക്കനാണ് ഇതിന് ആവശ്യം. അപ്പോൾ ഇറച്ചി മാത്രം എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് കുരുമുളക്. ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡർ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി, അത് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യം ജീരകമാണ്, 1 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതും പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് പച്ചമുളക് വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 1 കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, 1 സവാള വേണം. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല, പിന്നെ അത് ചേർക്കുമ്പോൾ പറയാം. പിന്നെ വേണ്ടത് മൈദയാണ്. ഇവിടെ 1/4 kg മൈദയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായ ഉപ്പ് വേണം. ആദ്യം നമുക്ക് ചിക്കനെ ഉപ്പിട്ട് വെക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി ഇതിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്, ഞാൻ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് എടുത്തത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ആവശ്യം എത്രയാണോ അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അത്രയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ജീരകം പൊടിച്ചെടുക്കണം. അതെടുത്ത ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതേ ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുന്ന ഒരു മണിക്കൂർ വരെ അടച്ച് വെക്കുന്ന. പിന്നെ സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർക്കാനുണ്ട്. അതേപോലെ ഈ ചിക്കന് വെന്ത് വരുമ്പോഴും അതിൻ്റെ വെള്ളം ഇളകി വരും. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അതേപോലെ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഗരം മസാല പൗഡർ 1 ടീസ്പൂണ് ചേർത്തു. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 പച്ചമുളകാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 സവാളയും ചേർത്തു. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വെള്ളം, ഇത് വെന്ത് കിട്ടുന്നത്ര വെള്ളം ഇതിലില്ല. അപ്പോൾ ഇതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാനിതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ട് അതിനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തണിഞ്ഞതിന് ശേഷം അതിലുള്ള ചിക്കൻ പീസ് മാത്രം പെറുക്കിയെടുത്തിട്ട് ഞാൻ മിക്സി ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നു. ചിക്കൻ പീസസ് മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലില്ലാത്ത ചിക്കന് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മളെ
മുമ്പുള്ള അതേ പാത്രത്തിലേക്ക് തന്നെ പൊടിച്ച ചിക്കന് ചേർത്തിട്ട്, അപ്പോൾ ഈ സമയത്തൊന്ന് ചൂടാക്കുക, ജസ്റ്റ് ചൂടാക്കിയിട്ട്. അപ്പോൾ ഇതിൽ എരിവ് എത്ര വേണോ അത്ര നമുക്ക് ആദ്യം ഇട്ട കുരുമുളകും പച്ചമുളകും ഇതിന് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് റെഡ് ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിന് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് തണിയാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ഷീറ്റ്സാണ്. അപ്പോൾ ഈ മൈദ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് ഇവിടെ 1/4 kg മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുന്ന രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടാണ് അതിനെ റോളാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന്ന് കുറച്ച് മാറ്റി വെക്കണം. റോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വെക്കുന്നത്. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെക്കണമെന്നില്ല, പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓയിൽ തേച്ച് കൊടുത്തു, എന്നിട്ട് ദോശ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് തേച്ച് കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ചെയ്ത ദോശ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് മറിച്ചിട്ടിട്ടൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ദോശ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/4 kg മൈദയാണ് എടുത്തത്. ഇതിൽ 10 ദോശ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റോളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി ഈ ദോശയുടെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിന് ഫസ്റ്റ് ഫോൾഡ് ചെയ്ത ശേഷം 2 സൈഡിൽ നിന്നും അകത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇനി ഇത് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ എൻഡ് പോർഷൻ അവസാന ഭാഗത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒട്ടി നിന്നോളൂ. ഇനി ഇത് എണ്ണയിലിട്ടാൽ അകത്തുള്ള കറിയൊന്നും പുറത്ത് വരില്ല. അതുപോലെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 10 റോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിവിടെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് 2 സൈഡ് ഒരേ രീതിയിലാകുന്ന പോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ എല്ലാവരും ഉണ്ടാക്കണം. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതിനേക്കാളും മുൻപ് മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ കറി, ചിക്കൻ ഉറുവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. എല്ലാവരും ചെന്ന് കാണണം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.